കളമെഴുത്തിലെ 6ാമത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കളം പൂജയാണ്. വൈക്കം ഭാഗത്ത് ആണ് ഈ ഒരു പ്രധാനമാകുന്ന പൂജ ഈ സമയത്ത് നടത്തപ്പെടുന്നത് 6ാമത്തെ ചടങ്ങായിട്ട്. കാരണം ആ ദേവീ ചൈതന്യത്തെ കളത്തിലേക്ക് കുറുപ്പ് ആവാഹിച്ചിരുത്തി ഉത്തമ മന്ത്രങ്ങൾ കൊണ്ട്, ഉത്തമ പുഷ്പങ്ങൾ കൊണ്ട്, ഉത്തമമാകുന്ന മുദ്രകൾ കൊണ്ട് സപരിവാര പൂജ നടത്തി അമ്മയെ സാന്നിധ്യപ്പെടുത്തുകയാണ്. അമ്മയെ ഈ ദേശവാസികളായിരിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണം. അതിനായിട്ട് നടത്തുന്ന ഒരു പൂജയാണ് കളം പൂജ എന്ന് പറയുന്നത്. ആ കളം പൂജയോടനുബന്ധിച്ച് തന്നെ ആ ചൈതന്യത്തെ തിരിയിലേക്ക് ആവാഹിച്ച് ദേശത്ത് വന്നിട്ടുള്ള ദുരിതങ്ങളെ മാറുവാനുള്ള പ്രാർത്ഥനയോടുകൂടി അമ്മയെയും ദേശവാസികളായ എല്ലാവരെയും കുറുപ്പ് ഒഴിയുകയാണ്. കളമെഴുത്തില് ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിയൊഴിച്ചിലാവും. ഈ തിരിയൊഴിച്ചില് ദേശവാസികളും നാനാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ജന്മജന്മാന്തരമാകുന്ന സുഹൃതം അതിലൂടെ ലഭിച്ചിരിക്കും. ഇത് 100% സത്യമാണ്. കാരണം അനുഭവങ്ങളാണ് സാക്ഷ്യം എന്ന് പറയുന്നത് പോലെ എന്താണോ നമ്മുടെ പ്രാർത്ഥന അവിടെ സഫലമായിരിക്കും. അത്ര പവിത്രതയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി, വ്രതശുദ്ധിയോടുകൂടി പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതിൽ പങ്കെടുക്കണം. തിരിയൊഴിയുന്ന സമയത്ത് ആ സജ്ജനങ്ങൾ എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും കുറുപ്പ് അക്ഷതമിട്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. വളരെ പ്രാധാന്യമേറിയ ചടങ്ങാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ മഹാവ്യാധികളിൽ നിന്ന് മുക്തി നേടുന്നത് ഇതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നത് കൂടെ തന്നെയാണ്. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ.